വാർത്തകൾ വിശദമായി. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡലത്തിലെത്തി. ആലത്തൂർ സ്വാതി ജംഗ്ഷനിൽ നടന്ന തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളാണ് ജനാധിപത്യത്തിന്റെ കരുത്തെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. BJP എല്ലാ മേഖലയെയും കാവ്യവൽക്കരിക്കുന്നു. രാജ്യത്തിന്റെ മൂല്യങ്ങൾ ഓരോന്നായി തകർക്കപ്പെടുന്നു. പൗരത്വ വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഒന്നും മിണ്ടിയില്ല. സംഘപരിവാറിനെ വിമർശിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. പല വിഷയങ്ങളിലും BJPയുമായി കോൺഗ്രസ് കൈകോർക്കുന്നു. കേരളത്തിൽ നിന്നുള്ള 18 UDF MPമാർ എന്താണ് ചെയ്തതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. RSS അജണ്ട നടപ്പിലാക്കുന്ന കോൺഗ്രസിനെ വിമർശിക്കാതിരിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിനെപ്പറ്റി ഞങ്ങളെപ്പറ്റി വേണ്ടാത്ത ആക്ഷേപമില്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ പരസ്യമായ കാര്യം. ഇത് വേണ്ടാത്തരമാണോ? എന്റെ ഇന്നത്തെ പാർട്ടി ആ ഘട്ടത്തിൽ നല്ല നിശബ്ദത പാലിച്ചു. എന്തുകൊണ്ടാണ് ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമാകുന്നത്? അതേപോലെ തന്നെ അവിടെ ഇത് ഡിസംബറിലാണ്. ജനുവരി ആയപ്പോൾ അവിടെ പ്രക്ഷോഭം കനത്തു. ആ പ്രക്ഷോഭത്തിന് നേരെ സംഘപരിവാരുകാരെ ആക്രമണം വിളിച്ചു. നമ്മുടെ ഇടതുപക്ഷ എംപിമാരും ഇടതുപക്ഷ നേതാക്കളും ആ ഇടങ്ങളുടെ സംരക്ഷണാർത്ഥം ഓടിയെത്തി. കോൺഗ്രസിനെ കണ്ടോടിയെത്തി. ആ ഘട്ടത്തിലാണ് സീതാറാം യെച്ചൂരിയുടെ പേരിൽ കുറ്റപത്രത്തിലുണ്ടായത്. ഏതെങ്കിലും കോൺഗ്രസുകാരാണ് കുറ്റപത്രത്തിലുണ്ടായത്. ഞങ്ങൾ ഉന്നയിക്കുന്നത് തെറ്റായ കാര്യമാണെങ്കിൽ രാഹുൽ ഗാന്ധി കേരളത്തിലുണ്ടല്ലോ, വാടാ ഇന്നയാള് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആളുകൾ ഇതിലെല്ലാവരും ഇതെന്താ പറയേണ്ടത്? അങ്ങനെയല്ലേ മറുപടി പറയുന്നത്? ഞങ്ങൾ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ എന്തായാലും പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ നിലനിൽപ്പ് എടുക്കുന്നത്? മതനിരപേക്ഷത്തിന്റെ കടത്തിൽ കത്തിവെക്കലാണ് എന്നുള്ളത് അറിയില്ലേ? അതിനോട് യോജിക്കാൻ പറ്റും. കൃത്യമായ സംഘപരിവാർ അജണ്ടയില്ലേ? സംഘപരിവാർ മനസ്സിലുള്ളവർക്ക് മാത്രമല്ലേ അതിനോടൊപ്പം നിൽക്കാൻ കഴിയൂ. നിങ്ങൾ നിങ്ങളുടെ നിസ്സംഗതയിലൂടെ അതിനോടൊപ്പം നിൽക്കുകയല്ലേ ചെയ്യുന്നത്. NCP ജില്ലാ പ്രസിഡന്റ് A രാമസ്വാമി അധ്യക്ഷനായി. മന്ത്രി K കൃഷ്ണൻകുട്ടി, മന്ത്രിയും സ്ഥാനാർത്ഥിയുമായ K രാധാകൃഷ്ണൻ, PK ബിജു, CK രാജേന്ദ്രൻ, PP സുമോദ് MLA, വിജയൻ കുനിശ്ശേരി, രാജൻ എന്നിവർ സംസാരിച്ചു. KD പ്രസേനൻ MLA സ്വാഗതം പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.